ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. അത് കുറച്ച് ഞാൻ പുറത്തു വരും. അത് നിങ്ങളെ കൊണ്ട് പുറത്ത് ചാടിക്കലാണ് ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ ഉദ്ദേശം. അതന്നെയാണ് നിങ്ങൾക്ക് ചാലിയത്തെ ഖണ്ഡന പ്രസംഗം നിർത്തിക്കിട്ടണം വന്നതും. ഇതിപ്പോ ആളുകൾ കേൾക്കുമല്ലോ. ഇപ്പൊ ഇയാള് പറഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോവണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഒരു തെറ്റ് ചെയ്ത ആളുകളുടെ ആ ദോഷം പൊറുക്കണമെങ്കിൽ അവൻ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോയെങ്കിലേ അവന്റെ തെറ്റ് പൊറുക്കുകയുള്ളൂ. അവിടെ പോകൽ നിർബന്ധമാണ്, തൗബക്കുള്ള ഒരു ഫർളാണ്, ഒരു റുക്നാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ചോദ്യം അവിടെ പ്രസക്തമാവുള്ളൂ. ഇത് ഇയാളുടെ തലയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിക്കില്ല. അതേ ആളെന്നെ ഇപ്പൊ പറഞ്ഞു ആ ഹദീസ് ഇബ്നു കസീറിന്റെ ഇബാറത്തങ്ങ് വായിച്ച അർത്ഥം പറഞ്ഞപ്പോൾ പഴയ അർത്ഥം തന്നെ. എന്ത് തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോകണം, പണ്ട് പോയിനെ പറ്റിയല്ല. കണ്ടോ, ഈ രൂപത്തില് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് വാസ്തവത്തിൽ അലവി സഖാഫി എന്ന ഇവരുടെ ഏറ്റവും വലിയ നേതാവ് പേരോട് കാണിച്ചതിനേക്കാളും